സമകാലിക മലയാള സിനിമയിലെ ഒരു ധീരമായ തിരഞ്ഞെടുപ്പാണ് ഭ്രമയുഗം എന്ന സിനിമ. കറുപ്പിന്റെയും വെളുപ്പിന്റെയും സൗന്ദര്യശാസ്ത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് സിനിമ കഥ പറയുന്നത്. കാഴ്ചക്കാരെ 18-ാം നൂറ്റാണ്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതുല്യമായ അനുഭവം നൽകുന്നു. തന്റെ പതിവ് നായക വേഷങ്ങളില് നിന്ന് മാറി തീരത്തും വ്യത്യസ്തമായിട്ടാണ് മമ്മൂട്ടി ചിത്രത്തിലെത്തുന്നത്. മനക്കല് കൊടുമണ് പോറ്റി എന്ന കഥാപാത്രം ഇതുവരെ മലയാളികള് കണ്ട മമ്മൂട്ടിയല്ല. മമ്മൂട്ടിക്ക് ഇത്രയും ക്രൂരമായ ഒരു വില്ലനാകാന് കഴിയില്ല എന്ന് പ്രേക്ഷകര് വിശ്വസിക്കുന്നിടത്താണ് ആ കഥാപാത്രം വേറിട്ടതാവുന്നത്. നാടോടിക്കഥകളില് നിന്ന് പ്രചോദനം. ഈ സിനിമ കേരളത്തിലെ സമ്പന്നമായ നാടോടിക്കഥകളില് നിന്നും പുരാണങ്ങളില് നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് യക്ഷി പഴയത് എന്ന ഇതിഹാസം ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഫാന്റസി ഘടകങ്ങള് നെയ്തെടുക്കുന്നു. ചിത്രത്തിന്റെ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയാതെ വയ്യ. അർജുന അശോകനെയും സിദ്ധാർത്ഥ ഭരതനെയും മേയാന് വിട്ടിട്ട് മമ്മൂട്ടി അവരെ നയിക്കുന്നത് പോലെയാണ് പ്രേക്ഷകർക്ക് അനുഭവപ്പെടുന്നത്. ഇവരെ കൂടാതെ അമല ഡല്ലിസ്, മണികണ്ഠന ആചാരി എന്നിവരും ചിത്രത്തില് കഥാപാത്രങ്ങളാകുന്നു. ഓരോരുത്തരും സിനിമയുടെ നിഗൂഢതകള് അനാവരണം ചെയ്യുന്നതില് പ്രധാന വേഷങ്ങളാണ് ചെയ്യുന്നത്. അതിശയകരമായ ഘടകങ്ങൾക്കപ്പുറം ഭ്രമയുഗം ശക്തി, കൃത്രിമത്വം, മനുഷ്യമനസ്സെന്നിവയുടെ ആശങ്ങളിലേക്ക് കടന്നുചെല്ലുന്നു. ഇത് ഒരു ലേയർഡ് കാഴ്ചാനുഭവം പ്രേക്ഷകർക്ക് പ്രദാനം ചെയ്യുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷ്വലുകള് മാസ്റ്റർഫുള് ഛായാഗ്രഹണവും ഉദ്വേഗജനകമായ സംഗീതവും കൊണ്ട് ഏറ്റവും മികച്ചതായി തീരുന്നു. ഇത് സസ്പെൻസ് നിറഞ്ഞതും ആഴത്തിലുള്ളതുമായ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സിനിമ ഒരു നോൺ ലീനിയർ ഫാഷനില് വികസിക്കുന്നതാണ്. പസില് ഒരുമിച്ച് ചേർക്കാനും കഥാപാത്രങ്ങളുടെ ഉദ്ദേശ്യങ്ങളെ ചോദ്യം ചെയ്യാനും കാഴ്ചക്കാരെ വെല്ലുവിളിക്കുന്നുണ്ട്. മുന് കാലങ്ങളില് സജ്ജീകരിച്ചിരിക്കുമ്പോള് സിനിമ സമകാലിക സമൂഹത്തിന് പ്രസക്തമായ ആശയങ്ങളെ സൂക്ഷ്മമായി സ്പർശിക്കുന്നതായി കാണാം. സാമൂഹിക ശക്തി ചലനാത്മകതയെയും വ്യക്തിഗത തിരഞ്ഞെടുപ്പുകളെയും പ്രതിഫലിപ്പിക്കുന്നു. ഭ്രമയുഗം ക്ലാസിക മലയാള സിനിമയ്ക്ക് എക്കാലത്തെയും മികച്ച ഒരു സംഭാവനയായിരിക്കും. പ്രത്യേകിച്ച് ടി. രാമകൃഷ്ണന്റെ കൃതികള് അതിന്റെ ദൃശ്യശൈലിയിലും കഥപറച്ചിലിന്റെ സാങ്കേതികതയിലും പ്രകടമാണ്. തുറന്ന ചര അച്ചകൾക്ക് വഴിയൊരുക്കുന്നു. സിനിമയുടെ അവസാനം വ്യാഖ്യാനത്തിന് ഇടം നൽകുന്നുണ്ട്. സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർക്ക് പലതരത്തിലുള്ള ചര അച്ചകളില് ഏറെ അപ്പെടാനും കഥാപാത്രങ്ങളെയും സംഭവങ്ങളെയും കുറിച്ച് സ്വന്തം നിഗമനങ്ങളില് എത്തിച്ചേരാനും പ്രേരിപ്പിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. ഭ്രമയുഗം സിനിമയുടെ മികച്ച വശങ്ങളില് ചിലത് മാത്രമാണിത്. സിനിമ താരതമ്യേന പുതിയതായതിനാല് വിമർശനാത്മക വിശകലനങ്ങളും പ്രേക്ഷക വ്യാഖ്യാനങ്ങളും ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പാരമ്പര്യേതരവും ചിന്തോദ്ദീപകവുമായ സിനിമാറ്റിക് അനുഭവം തേടുന്ന സിനിമാപ്രേമികൾക്ക് ആവേശകരമായ ഒരു പ്രതീക്ഷയായി മാറും. കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ.